ഇതിപ്പോൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളാണ് പങ്കുവച്ചത്. സ്വാഭാവികമായും 10 വർഷമായി തുടരുന്ന ഒരു ഇടത് സർക്കാർ, ആ സർക്കാർ വീണ്ടും തുടരാൻ വേണ്ടി ജനങ്ങളെ സമീപിക്കുമ്പോൾ ആ സർക്കാരിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, അത് വസ്തുതാപരമായി ശരിയായിരിക്കാം, അല്ലാതായിരിക്കാം, അല്ലെങ്കിൽ വിവാദമായിരിക്കാം, എന്തുമായാലും ഉന്നയിച്ചുകൊണ്ടാണ് മറുപക്ഷം UDF പ്രധാനമായും ക്യാമ്പയിൻ നടത്തുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ തുടരണം എന്നതിൽ MLAക്ക് എന്താണ് പറയുന്നത്? ഇടതുപക്ഷ സർക്കാർ തുടരേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലായ ഒരു കാലയളവ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്നതുപോലെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ദേശീയപാതയുടെ വികസനം 2000-ലധികം ഏക്കർ സ്ഥലമാണ് പിണറായി സർക്കാർ ഏറ്റെടുത്തു കൊടുത്തത്. ഭരണ തുടർച്ചയുണ്ടായതുകൊണ്ടാണ് അതിന് കഴിഞ്ഞത്. ഇപ്പം നമ്മൾ അതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണിത് എന്ന് പലരും പറയും. കേന്ദ്ര സർക്കാർ ആകാശത്തല്ലല്ലോ നാഷണൽ ഹൈവേ ഉണ്ടാക്കിയിട്ടുള്ളത്. നെബുക്കദ്നസർ എന്ന് പറയുന്ന ഭരണകർത്താവ് മുമ്പ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം ഉണ്ടാക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു ഹാങ്ങിങ് നാഷണൽ ഹൈവേ ആണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് അവകാശപ്പെടാമായിരുന്നു. പണമില്ലാത്തത് കൊണ്ടല്ലല്ലോ ദേശീയപാത നമ്മളുടെ സംസ്ഥാനത്ത് ഇതുവരെ നടക്കാതെ പോയത്. സ്ഥലം ഏറ്റെടുത്തു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധ്യമാകാതെ പോയതുകൊണ്ടാണ്. എന്നാൽ 1-2 പിണറായി സർക്കാരുകൾ അതിൽ നിന്ന് ഭിന്നമായി സ്ഥലം 2000 ഏക്കർ സ്ഥലം പൊന്നും വില കൊടുത്ത് ഏറ്റെടുത്ത് 6000 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലവിലയിലേക്കായിട്ട് നൽകിയത്. കേന്ദ്ര സർക്കാർ പറഞ്ഞു കേരളത്തിൽ സ്ഥലവില കൂടുതലാണ്, അതുകൊണ്ട് സ്ഥലവിലയുടെ 75% മാത്രമേ തങ്ങൾക്ക് വഹിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ബാക്കി 25% സംസ്ഥാന സർക്കാർ വഹിക്കണം. ആ 25%മാണ് 6000-ഓളം കോടി രൂപ. ആ പണവും കൊടുത്തു. ഈ 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയതിന് ശേഷമാണ് ദേശീയപാത വികസനത്തിൻ്റെ ആദ്യത്തെ ശില പാകപ്പെട്ടത്. ക്ഷേമ പെൻഷനുകൾ, അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. കൊച്ചിയിടമൺ പവർ ഹൈവേ, ഇലക്ട്രിസിറ്റി പവർ ഹൈവേ, ഏതാണ്ട് 400 കിലോമീറ്ററാണ് ആ വലിയ ലൈൻ വലിച്ചത്. 1 കിലോമീറ്റർ പോലും വലിക്കാൻ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞിരുന്ന